പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആരാധനയിൽ ദേവാലയത്തിലും ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് പങ്കാളികളാകുന്ന നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം വിശുദ്ധ കുർബാന ആചരിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നൽകപ്പെടുന്നതായ സമാധാനത്തിൻ്റെ അടയാളമായ കയ്യസൂരി നാം അന്യോന്യം വണങ്ങി ആണ് നിർവഹിക്കുന്നത്. നമ്മളുടെ മുൻപതിവ് പോലെ കൈകൾ ചേർത്ത് വയ്ക്കുന്നതായ രീതി ഇന്ന് നാം പിന്തുടരുന്നില്ല. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ മുൻപിൽ വച്ചിരിക്കുന്നതായ പാത്രത്തിൽ നിങ്ങളുടെ സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കാവുന്നതത്രേ. ഇവിടെ മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്നതായ ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനിൽ ഓരോരുത്തർ എന്നുള്ള നിലയിലായിരിക്കണം നിങ്ങൾ അതിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രഭാതത്തിലെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, നിന്റെ ഭവനമായി ഞങ്ങൾ വേർതിരിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ അവൻ്റെ പിതാവ് കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊണ്ട് കരുണ ചെയ്യണമെന്ന് പുത്രൻ മുഖാന്തരം യാചിക്കുന്നത് ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 28-ാമത്തെ കീർത്തനം, അതിൻ്റെ ആദ്യത്തെ 4 അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് ചേർന്ന് ആലപിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 28 ചേർന്ന് വന്നിരിക്കുന്നവർ എല്ലാവരും ഉച്ചത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ആരാധനയിൽ പങ്കുചേരുവാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു.
സ്വന്തമായിട്ട് അതാതിടങ്ങൾ ഇരിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ പാഠം വായിക്കുന്നതും അതേ തുടർന്ന് മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 87-ാമത്തെ ഗീതം ആലപിക്കുന്നതും ശേഷം രണ്ടാമത്തെ പാഠം വായിക്കുന്നതും അത്ര. ഒന്നാം പാഠഭാഗമായി വായിക്കേണ്ട വേദഭാഗം സദൃശവാക്യങ്ങൾ 23-15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 23-15 മുതൽ 26 വരെ. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവന്റെ സാധു ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സാധുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. തിന്ന് കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ശ്രദ്ധിച്ചു പോകും, നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്ന് വരും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ ഏത് ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാവികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലവും ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭാഷകനും ദരിദ്രനായ തീരും, നിദ്രാലത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കുകേൾക്ക. നിന്റെ അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മമാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ഒന്നാം പാഠം അവസാനം. രോഗമെല്ലാം മാറിടും, ക്ലേശമെല്ലാം തീർന്നിടും. പ്രിയന്മാർ വിളിച്ചാരിടുമ്പോൾ ദുഃഖമെല്ലാം നീങ്ങിടും. രോഗമെല്ലാം മാറിടും, ക്ലേശമെല്ലാം തീർന്നിടും. പ്രിയന്മാർ വിളിച്ചാരിടുമ്പോൾ ദുഃഖമെല്ലാം നീങ്ങിടും. ഇന്നു ഞാനോ ഈ ഉലകിൽ അന്യനായി പരദേശിയായി, ആശ്രയിപ്പാനാരുമില്ല, ഏഴരെ നീ കാക്കണേ. ഇന്നു ഞാനോ ഈ ഉലകിൽ അന്യനായി പരദേശിയായി,
മാർവിൽ ചാരിടുമ്പോൾ ദുഃഖമെല്ലാം നീങ്ങിടും. കഷ്ടതയും താഴ്വരയും കണ്ണുനീരൊഴുക്കിടുമ്പോൾ കാരുണ്യത്തോടെന്നെ ചേർത്തു സാന്ത്വനം നീയേ. കഷ്ടതയും താഴ്വരയും കണ്ണുനീരൊഴുക്കി കാരുണ്യത്തോടെന്നെ ചേർത്തു സാന്ത്വനം നീയേ. ലോകമെല്ലാം മാറിടും, ക്ലേശമെല്ലാം തീർന്നിടും, പ്രിയന്മാർവിൽ ചാരിടുമ്പോൾ ദുഃഖമെല്ലാം നീങ്ങിടും. രണ്ടാം പാഠഭാഗമായി വായിക്കേണ്ട വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 13 വരെ. എബ്രായർ 12-1 മുതൽ 13 വരെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവന് ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്മാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടിയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞങ്ങളിന്നു വേളി
ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഉത്തരവും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സർവ്വമനുഷ്യരെയും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കന്യമറിയാമൻ ജഡധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചോട്ടിക്കൊന്നവനും വിശുദ്ധ തർക്കത്തിനൊരുവനും തന്റെ പിതാവിനോടും ചെയ്യുന്ന തന്റെ വിഷ്ണുവായിട്ടതോടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
കാശു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹാ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയാക്കണമേ. ഭാഗ്യവാനായ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നും സ്ത്രീമാരുടെ സ്തുതി കർത്താവേ, ഞങ്ങളെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അതവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കുക ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുക ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച വിശുദ്ധീനലങ്കാരത്തിൽ കർത്താവിനെ ദൈവമായ കർത്താവേ, ദൈവികമായ വചനങ്ങളുടെ അറിവാൻ ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധ രൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം എപ്പോഴും യോഗ്യരായി തീരുകയും ചെയ്യണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. മണ്ഡലങ്ങളിൽ പരിപാലിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുപിതാവിന് സ്തുതി. തന്റെ നാമനാമേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ പ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി.
അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാർ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്കത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് ആളുകൾ പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ആത്മാവോടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ദൈവത്തെ അനുഗ്രഹങ്ങളും കരുണകളും യാചിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമില്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്ലീബായുടെ മരത്തിൽ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടിയുള്ള തന്റെ യാഗത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും താൻ മരിക്കുകയും തന്റെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും താൻ ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും താൻ സ്വർഗത്തിലേക്ക് കരയേറുകയും തന്നോടുകൂടെ നമ്മെ കരയേറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കും മെശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കുന്നത് ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും
ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ച ഇല്ലാതെയാക്കുന്നവരുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും ശിഷ്യന്മാരെയും ഗുരുഭൂതരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി മായിച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം നൽകണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും നിന്റെ സഭ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ വിശുദ്ധാലയത്തിൽ കൂടി നിന്നിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസന്മാരും ദാസികളുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാവുന്നല്ലാത്ത തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മീക ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിൽ നിന്റെ വലതു ഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിനക്ക് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റം ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്ന് പ്രാപിക്കുന്നവരാകാം. പാപികളുമായ നാം ആമേൻ എന്ന ഉച്ചത്തിൽ പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. ശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യദൈവമുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയാവുന്നവനും തത്വത്തിലുള്ളവനും സർവ്വശക്തനായവനും മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശ്വരൂഹായ മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് കഷ്ടതയെ കുറിച്ച് മരിച്ചെടുക്കപ്പെട്ട്
തിരുവനന്തപുരം ഒന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവ് വലതുഭാഗത്തിരിക്കുന്നവനും അവസരമില്ലാത്തവരും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടെയും തീരുമാനിക്കുന്നതിനുമായ യേശുമിശിഹായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സ്തുതിക്കപ്പെട്ടവരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധീകരണവുമായും കാതോലികവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മോദനത്തിനുള്ള മാമോദീസ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും ശാന്തമായിട്ട് ഇരിക്കാം. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ജന്മദിനമോ വിവാഹ വാർഷികമോ അതിൽ ആചരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് മുൻപോട്ട് കടന്നു വരാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രകാഴ്ചയോടെ അർപ്പിക്കാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് മനുഷ്യായുസ് ദാനം ചെയ്തത് അവിടുന്നാകുന്നു. ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്കൊരു കാലം തന്നിരിക്കുന്നു. അതിനോട് അവിടുന്ന് സംവത്സരങ്ങൾ നിന്റെ കരുണയാൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ദൈവിക അനുഗ്രഹം ലഭിച്ച ഞങ്ങളുടെ ഈ സഹോദരൻ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ സ്തോത്രത്തോടെ വഴിപാടുകളോടെ നന്ദിയോടെ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ ദാസനോടുകൂടി അവിടുത്തെ കൃപയിരിക്കണമേ. അവൻ്റെ പോക്കിലും വരവിലും അവൻ്റെ പ്രവൃത്തികളിലും അവനെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പിതാവ്, ഈ കൂട്ടായ്മയിൽ അവനാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ നന്മകളും ചെയ്യുവാനും ഈ കൂട്ടായ്മയിൽ നിന്ന് അർഹിക്കുന്നതായ സ്നേഹ ബഹുമാനങ്ങൾ എല്ലായ്പ്പോഴും ലഭിക്കാനും ഇടയാക്കുമാറാകണമേ. ആഗ്രഹിച്ചിട്ടും ഈ ശുശ്രൂഷയിൽ നിന്ന് കടന്നു വരുവാൻ സാധിക്കാതെ വിവിധ ഇടങ്ങളിലായി ആയിരിക്കുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർക്കുന്നു. തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നു. എങ്കിലും ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ ഞങ്ങൾക്ക് പലർക്കും ഇപ്പോൾ സാധിക്കുന്നില്ല. തങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ അടുത്ത ഒരു സംവത്സരം പൂർത്തീകരിച്ചു. എങ്കിലും ദൈവാലയത്തിൽ കടന്നു വരുവാൻ സാധിക്കുന്നില്ല. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ നന്മകളാൽ സമ്പൂർണ്ണരാക്കണമേ. നിന്റെ കൃപയാൽ അവരെയൊക്കെയും വഴി നടത്തണമേ. ഓരോ പ്രായത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിന്റെ നന്മകളാൽ അവിടുത്തെ ഭണ്ഡാരത്തിൽ നിന്നുള്ള സമൃദ്ധിയിൽ നിന്ന് അവരെ അനുഗ്രഹിക്കണം. അമിതമായ ദുഃഖത്തിലകപ്പെട്ട് അവർ ദൈവത്തിനെതിരെ പെറുപെറുക്കുവാനോ അമിതമായി സന്തോഷിച്ച് ദൈവത്തെ മറന്നു കളയുവാനോ ഇടയാകാതെ വണ്ണം പുതിയ സംവത്സരത്തിലും നിന്റെ കൃപ വിശ്വസ്തമായി അവരെ പിന്തുടരണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഈ ദേശത്ത് ഈ ദേവാലയത്തിൽ ഇന്ന് വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് നമുക്ക് ചേർന്ന് വരുവാൻ, അതിൽ പങ്കാളികളാക്കുവാൻ ഇത്രയും പേർക്കെങ്കിലും സാധിക്കുന്നു എന്നതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സാങ്കേതിക വിദ്യയുടെ പരിധികൾക്കുള്ളിൽ ധാരാളം ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും തക്കതായ ആത്മീക അനുഗ്രഹങ്ങളാൽ നിങ്ങളെ സമർത്ഥമാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം 3 വിധത്തിലും, നമ്മുടെ ദേശത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിധത്തിലും പ്രാധാന്യമുള്ള ഒരു ദിവസമാകും. ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹം
അഖില ലോക സൺഡേ സ്കൂൾ ദിനമായിട്ട് ആചരിക്കുന്നതായ ദിനമാകും. നമ്മുടെ പോയ വർഷങ്ങളിലെ അഖില ലോക സൺഡേ സ്കൂൾ ദിനങ്ങളും അതിൻ്റെ ആചരണങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. പള്ളി നിറഞ്ഞു കവിഞ്ഞ് കുഞ്ഞുങ്ങളിരിക്കുന്നതായ കാഴ്ച, അവരെ മേയിച്ചുകൊണ്ട് അധ്യാപകരും മാതാപിതാക്കളും സന്തോഷത്തോടെ ആരാധനയിൽ പങ്കുചേരുന്ന കാഴ്ച. ഈ വർഷം അത് സാധ്യമാകുന്നില്ല. നമുക്ക് അതിൽ സങ്കടമുണ്ട്. ഈ ലോകത്തിൽ ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുവാൻ പറ്റുകയില്ല എന്നതിൻ്റെ ഓർമ്മയാണ്. ഈ വർഷം, കഴിഞ്ഞ വർഷം നമ്മൾ വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആചരിച്ചതുകൊണ്ട് അടുത്ത വർഷങ്ങളിലും അത് സാധിക്കും എന്ന് ചിന്തിക്കുവാൻ യാതൊരു ന്യായവുമില്ല. അസ്ഥിരമായ ഒരു ലോകത്തിൽ നാം ആയിരിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്നതായ നന്മകളെ നന്ദിയോടെ സ്വീകരിക്കുക. നാളെയെക്കുറിച്ച് വിചാരപ്പെടാതെയും ഇരിക്കുക. അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിൽ പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കാം. ഇപ്പോഴാണെങ്കിലും ഓൺലൈൻ മുഖേന നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ അഭ്യസനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷത്തിൻ്റെ വകയാകുന്നു. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സഭയുടെ നാമത്തിൽ, ഇടവകയുടെ നാമത്തിൽ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നതായ ദൈവകൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ഇതിൽ ആളും അർത്ഥവുമായി കൂടെ നിൽക്കുന്നതായ സകലരെയും, അധ്യാപകരെ പ്രത്യേകമായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് അവരോടുള്ള നമ്മുടെ കടപ്പാടുകൾ ദൈവസന്നിധിയിൽ രേഖപ്പെടുത്താം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീക വളർച്ചയുള്ളവരായി ക്രിസ്തു എന്ന തലയോളം പൂർണ്ണതയിലേക്ക് വളരുവാനൊക്കെ വേണം നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ദിവസം അറിയപ്പെടുന്നത് ഖൂദോഷ് ഈത്തു എന്നാണ്. സഭയ്ക്ക് ഒരു കലണ്ടറുണ്ട്. സഭയുടെ കലണ്ടർ ആരംഭിക്കുന്നത് ഇന്നാണ്. എങ്ങനെയാണ് സഭയുടെ കലണ്ടർ ക്രമീകരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തതാണ് സഭാ കലണ്ടർ. നവംബർ മാസം ആദ്യത്തെ ഞായർ, അത് സഭാ സംവത്സരത്തിൻ്റെ ആരംഭമായി കരുതുന്നതായ ഒരു ദിവസമാണ്. ഒരു പുതിയ ശുദ്ധീകരണത്തോടുകൂടെ പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട. ഇന്ന് അതേപോലെ തന്നെ സകല വിശുദ്ധരുടെയും നാൾ ആയി ആചരിക്കുന്നതായ ഒരു ദിവസമാണ് ഓൾ സെയിൻറ്റ്സ് ഡേ. ചില സഭാവിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇതിനോടനുബന്ധിച്ചുള്ളതായ പ്രാർത്ഥന ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. മാർത്തോമാ സഭ നവീകരിക്കപ്പെട്ട സുറിയാനി സഭയാകും. എന്നാൽ അതിൻ്റെ അർത്ഥം നാം വിശുദ്ധരെ പരിഗണിക്കുന്നില്ല എന്നല്ല. മറിച്ച് സഭയിൽ നമുക്ക് മുൻപേ കർത്താവിൻ്റെ കൽപ്പനകളോട് അനുസരണം പുലർത്തി വിശുദ്ധ ഗണത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന സകലരെയും നാം മാനിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യും. നീതിമാന്റെ ഓർമ്മ എന്നേക്കും നിലനിൽക്കും എന്നുള്ളത് തിരുവചനത്തിൻ്റെ ഭാഗവുമാകുന്നുവല്ലോ. അതുകൊണ്ട് നമുക്ക് മുൻപേ കർത്താവിൻ്റെ പാതയിൽ സഞ്ചരിച്ചതായ പൂർവികരെ, അവരുടെ വിശുദ്ധ ചെയ്തികളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നതായ ഒരു ദിവസവുമാകുന്നു. നമ്മുടെ ദേശത്തിന് ഈ ദിവസം പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നവംബർ 1-ാം തീയതിയാണ് ചില വർഷങ്ങൾക്ക് മുന്നമേ കേരള സംസ്ഥാനം ഏകീകൃതമായൊരു ശൈലിയിൽ രൂപപ്പെട്ടത്. കേരള പിറവി ദിനമാകുന്നു എന്ന്. അതുകൊണ്ട് പല വിധത്തിൽ പ്രാധാന്യമുള്ളതായ ഈ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങളാകും. The Gospel according to St. John chapter 6 verse 1 onwards. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തിരുവചനത്തിൻ്റെ തണലിൽ ആയിരിക്കുന്നു. കർത്താവിൻ്റെ സന്ദർശനം ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളുകയും ഞങ്ങൾക്ക് തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം നിർവഹിച്ചു തരികയും ചെയ്യണമേ. അത് മനസ്സിലാക്കുവാനുള്ള പ്രാപ്തിയും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള വിനയവും ഞങ്ങളിൽ തരണമേ. എൻ്റെ ആത്മാവിൻ്റെ അധിവാസത്തിൽ ഞങ്ങളെ ഇരുത്തി
ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും സൗഖ്യത്തിനും മുഖാന്തരമാക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ ധ്യാന വിഷയം ചുറ്റി സഞ്ചരിക്കുന്നത് ഒരു ബാലകന്റെ ചുറ്റിനുമാണ്. നാം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും, 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവത്തിൻ്റെ യോഹന്നാൻ സുവിശേഷകന്റെ വിവരണമാകുന്നു ഇന്ന് ഏവൻഗേലിയോൻ വേദഭാഗം. കർത്താവിനെ പിൻപറ്റുന്നതായ ഒരു ജനസമൂഹം, അവരുടെ ഇടയിൽ, ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു ബാലകൻ, അവൻ്റെ സംഭാവന നിമിത്തം ഒരു ജനസമൂഹം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ഈ ബാലകനും അവൻ്റെ ജീവിതത്തിൻ്റെ ഈ അനുഭവമാകുന്നു ഇന്ന് കേന്ദ്ര ബിന്ദുവായിട്ട് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാമ്പുള്ള ഗുരുക്കന്മാരെ തേടിയിറങ്ങുന്ന, പൊതിയും കെട്ടി തേടിയിറങ്ങുന്ന ഒരു ബാലകനെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത് അവർ അത്രത്തോളം ഒന്നും പ്രാധാന്യമുള്ളവരല്ല എന്ന്. അവൻ കുഞ്ഞല്ലേ, ഓ അതൊരു കൊച്ചല്ലേ. ആ ഓ എന്നുള്ള ആ പ്രയോഗത്തിൽ തന്നെ നമുക്ക് അവരോടുള്ളതായ ഒരു സമീപനത്തിൻ്റെ ചെറിയൊരു സ്ഫുരണം കാണുവാൻ സാധിക്കും. കുഞ്ഞ് എത്ര ചെറുത്. എന്നാൽ ഈ ഒരു ബാലകൻ നമ്മെ ആ ഒരു ചിന്താഗതിയിൽ നിന്നും മാറി ചിന്തിക്കുവാനൊന്ന് പ്രേരിപ്പിക്കുന്നത് നന്നായിരിക്കും. ഒരു ഗുരുവുണ്ട്, ആ ഗുരു എന്തൊക്കെയോ പറയുന്നുണ്ട്. പൊതിയും കെട്ടി ഗുരുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ബാലകൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലതും അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം. കൊച്ചു പൈതങ്ങൾ വീട്ടിൽ അലങ്കോലമുണ്ടാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവർ ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സ്വകാര്യമായി അടച്ച് സൂക്ഷിച്ചിരിക്കുന്ന കുപ്പികൾ അവർ തുറക്കുന്നു. നമ്മൾ സൂക്ഷ്മമായിട്ട് വച്ചിരിക്കുന്നതായ ഷോക്കേസിൽ അടുക്കി വച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി പരിശോധിക്കുന്നു. എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ നട്ടും ബോൾട്ടും അഴിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും. വാതിലുകൾ വലിയ ശബ്ദത്തോടെ കൊട്ടി അടച്ചിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് കേൾക്കും. കമ്പി വേലികളിലൂടെ മുകളിലേക്ക് വലിഞ്ഞു കയറും. മോളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കിയാൽ എങ്ങനെയിരിക്കും എന്ന് അന്വേഷിക്കുന്നു. എല്ലായിടത്തും അന്വേഷണങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം എന്ത് ചെയ്യുന്നു? താഴെ ഇറങ്ങടാ, അത് ചെയ്യാതടാ, അങ്ങനെ അല്ലടാ അത് വെക്കേണ്ടത്, ഇതെല്ലാം പറഞ്ഞ് അവരുടെ പുറകെ നടന്ന് അവരുടെ അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്പം അതിശയോക്തിയോടുകൂടിയാണ് ഞാൻ പറയുന്നത് എങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും. എന്തന്വേഷിക്കണം എന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ ഈ സമയം ഞാൻ ശ്രമിക്കട്ടെ. കർത്താവും പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുക. ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ ആ ഒരു ഭാഗത്തിൽ നിന്നുകൊണ്ടായിരിക്കും കർത്താവും പറയുന്നത്, നിങ്ങളും സത്യ അന്വേഷികളായിക്കൊണ്ടേയിരിക്കുക, തീർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ആയുസ് പര്യന്തം സത്യം എന്ത് എന്ന അന്വേഷണം തുടരണം എന്നുള്ളൊരു ആഹ്വാനം ആയിരിക്കും ഇത്. യഹൂദ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട വിധത്തിൽ ഗൗനിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നില്ല. പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹം. അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യമൊന്നും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അവൻ ചെറുതാണ്. നമ്മളുടെ ഇടയിലും അതിനെ സംബന്ധിച്ചുള്ള സംഭാഷണങ്ങളിൽ
ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വ്യക്തമാകും. നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും ദേ ആർ ദ സിറ്റിസൻസ് ഓഫ് ടുമോറോ. നാളെയുടെ പൗരരാണ് കുഞ്ഞുങ്ങൾ. ആ പ്രയോഗത്തിൽ എത്ര ശരികേടുണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അവരെന്താ ഇന്ന് പൗരർ അല്ലേ? ആർ ദേ നോട്ട് സിറ്റിസൻസ് ടുഡേ? ആകും. ഇന്നും അവർ ഇന്ത്യൻ പൗരന്മാർ തന്നെ, പൗരർ തന്നെ. ഇന്ന് അവർ കുഞ്ഞുങ്ങളായി തന്നെ അവർ പൗരരാണ്. കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ അവർക്ക് പ്രാധാന്യമുള്ളവരാണ്. നമ്മളുടെ തെറ്റിദ്ധാരണയാണ് അവർ മുതിർന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ പൗരരാകൂ എന്നുള്ളത്. They are not tomorrow's citizens, they are today's citizens. കുഞ്ഞുങ്ങൾ ലോകത്തെ വഴി കാണിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമാണ്. ഒറ്റ ഉദാഹരണം, ഗ്രേറ്റ തുൻബർഗ്. ഒരു പേര് നിങ്ങൾ പത്രം വായിക്കുന്നവർ കേട്ടിട്ടുണ്ടാകും. എന്താണ് ഈ കൊച്ചു പെൺകുട്ടിയുടെ പേര് ലോകം മുഴുവൻ പ്രചരിക്കുവാൻ കാരണം? ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള വലിയൊരു ആഗോള വിഷയത്തെ ചൊല്ലി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ മുൻകൈ എടുത്തത് സ്വീഡൻ സ്വദേശിയായ ഈ ഒരു പെൺകൊച്ചാണ്. ഇവളുടെ പ്രവൃത്തി മൂലം UN ജനറൽ അസംബ്ലി പോലും അതിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ലോകരാജ്യങ്ങൾ ആകമാനം ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകളിൽ പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. ഗ്രേറ്റ തുൻബർഗ്, സ്വീഡിഷ് പെൺകുട്ടി, ഒരു കൊച്ചു പെൺകൊച്ചാണ്. എന്നാൽ ഇന്ന് അവൾ പൗരയായിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അവളുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രധാനപ്പെട്ടവർ തന്നെ. അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ടവർ. അവർ പ്രധാനപ്പെട്ടവരാണ് എന്നുള്ളതായ ചിന്ത ഉള്ളതുകൊണ്ടും ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടുമാണ് സഭ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. 1905 മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ സമാജം രൂപപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ അറിയുമല്ലോ. ഇന്ന് സഭയുടെ ശുദ്ധീകരണ നാളായിട്ട് ആചരിക്കുന്ന ദിനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, അവരുടെ പ്രാധാന്യത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കും അതിലേക്കൊരു ശ്രദ്ധയും ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാകുന്നു എന്നും അത് സഭയുടെ വരും നാളുകളിലെ ശുദ്ധീകരണത്തിന് മുഖാന്തരമാകും എന്നും ഞാൻ കരുതുന്നു. When children are attended to, the hope for a cleansed church remains. ശുദ്ധീകരിക്കപ്പെട്ട ഒരു സഭയുടെ നിലനിൽപ്പ് ഉറപ്പ് ആക്കുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെയാണ്. ഇന്ന് ഈ ആരാധനയിൽ കുഞ്ഞുങ്ങൾ സംബന്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയുടെ പശ്ചാത്തലത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഉണ്ടാകും എന്നാകുന്നു എൻ്റെ വിശ്വാസം. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ വേദഭാഗത്തിൽ 5000 പുരുഷന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അത് തന്നെ ആ സമൂഹത്തിൻ്റെ പ്രത്യേകതയിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. അവിടെ പുരുഷന്മാരെ മാത്രമേ എണ്ണാൻ കൊള്ളാവുന്നതായിട്ട് പരിഗണിക്കുന്നുള്ളൂ. എന്നാൽ ആ കൂടിയിരുന്ന ഒരു സമൂഹത്തിൽ ഈ ഒരു ബാലൻ ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 9-ാം വാക്യം, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്. ഈ ബാലകൻ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആ സമൂഹത്തിൻ്റെ ആകമാനമായുള്ള പരിവർത്തനത്തിനും രൂപാന്തരത്തിനും മുഖാന്തരമായി തീരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു ബാലകൻ ശ്രദ്ധിക്കപ്പെടുമ്പോൾ, ഒരു കുഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഒരു സമൂഹത്തിൽ മുഴുവൻ അതിൻ്റെ സ്വാധീനം അലയടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 3 കാര്യങ്ങൾ. How does a society change? How does a community change when a child is attended to? ഈ ഒരു ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് ഉത്തരം തേടുന്നത്. ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു സമൂഹം എങ്ങനെ മാറും? ഒന്നാമതായിട്ട്, attention to a child
ലീഡ്സ് ടു എ സാറ്റിസ്ഫൈഡ് കമ്മ്യൂണിറ്റി. തൃപ്തമായ ഒരു സമൂഹത്തിന്റെ രൂപപ്പെടലിന് ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുമ്പോൾ വഴിയൊരുങ്ങും. തൃപ്തമായ ഒരു സമൂഹം. 11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായി. എങ്ങനെയാണ് തൃപ്തിയാകുന്നത്? ഇവിടെ ഒരു ബാലകനുണ്ട് എന്ന് അന്ത്രയാസ് ശ്രദ്ധിച്ചപ്പോൾ. അല്പം കാവ്യാത്മകമായിട്ടാണ് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ എടുക്കുന്നത്. ഒരു കുഞ്ഞിലേക്ക് ഒരു സമൂഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞപ്പോൾ അവന്റെ കയ്യിലുള്ള നിക്ഷേപങ്ങളിലൂടെ ആ സമൂഹത്തിനാകമാനം തൃപ്തി ഉണ്ടാവുകയാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന കുഞ്ഞ് ആരാണ് എന്ന് ചില നാളുകൾക്ക് മുന്നമേ ഞാൻ ഖലീൽ ജിബ്രാന്റെ ഒരു കവിത കോട്ട് ചെയ്ത് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവം തന്ന അമൂല്യങ്ങളായ നിധികളാണ് ഓരോ കുഞ്ഞും എന്നുള്ളത് നാം തിരിച്ചറിയുന്ന കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഒരു സമൂഹം മുഴുവനും തൃപ്തിയിലേക്ക് വളരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തൃപ്തി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വാക്കാണ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു തൃപ്തിക്ക് വേണ്ടിയാകും. അന്വേഷണങ്ങളെല്ലാം, പ്രവർത്തികളെല്ലാം, ജീവിതത്തിന്റെ എല്ലാ വഴികളും തേടുന്നതും തൃപ്തിയാകും. എന്നാൽ ലോകത്തിൽ ഒരു മനുഷ്യനാണ് ഏറ്റവും തൃപ്തനായി മരണപ്പെടുന്നത്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ്, എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് കുരിശിൽ ചായുന്ന കർത്താവ് തന്നെ. തൃപ്തിയോടെ മരണത്തെ പുൽകുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം. ശ്രദ്ധയോടെ വളർത്തപ്പെടുന്ന, പരിപാലിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് എല്ലാ കാലത്തിലും സമാധാനത്തിനും സന്തോഷത്തിനും തൃപ്തിക്കും മുഖാന്തരമായി തീരും. ഒരു സംശയമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെട്ടാൽ ഈ സമൂഹം സംതൃപ്തിയിലേക്ക് വഴി നടത്തപ്പെടും എന്ന് ഞാൻ ആവർത്തിച്ച് ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. 5 അപ്പവും 2 മീനും കൈവശം വച്ചിരുന്ന ഒരു ബാലൻ 5000 പുരുഷന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആ സമൂഹം ഒന്നടങ്കം തൃപ്തിയുടെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമതായിട്ട്, attention to a child leads to a speaking community. ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുമ്പോൾ ആ സമൂഹം ഒന്നടങ്കം സംസാരിക്കുന്ന ഒരു സമൂഹമായി മാറുന്നു. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം? 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യം എന്ന് പറഞ്ഞു. അവൻ ചെയ്ത അടയാളം കണ്ടപ്പോൾ ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് അവിടെ കൂടിയ ജനം മുഴുവൻ പറഞ്ഞു. അടയാളത്തിന് മുഖാന്തരമായത് ആരാണ്? എന്താണ്? അറ്റൻഷൻ ടു എ ചൈൽഡ്. ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുവാൻ ആ സമൂഹം സന്മനസ് കാണിച്ചപ്പോൾ ലോകം പറഞ്ഞു, ഇത് ദൈവമാണ്, ഇത് ദൈവത്തിങ്കിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. സഭ എന്നത് സാക്ഷിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സാക്ഷ്യത്തിനായി വിളിക്കപ്പെട്ടവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു? അന്ധകാരത്തിൽ നിന്ന് തങ്ങളെ വിളിച്ചവന്റെ അത്ഭുത പ്രകാശങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവർ. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ സാക്ഷിക്കുവാനായിട്ടാണ്. നമ്മുടെ ഇടയിലെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അവരുടെ പ്രവർത്തികളിലൂടെ കർത്താവിന്റെ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ നടക്കുമ്പോൾ ലോകം മുഴുവനും പറയും, ഇവരുടെ മധ്യത്തിലുള്ളത് കർത്താവാകുന്നു. സാക്ഷ്യം നിർവഹിക്കപ്പെടേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, നമ്മളുടെ ബാല്യക്കാരെ ശ്രദ്ധിക്കണം,
അവർ ശ്രദ്ധിക്കപ്പെടുമ്പോൾ, ശ്രദ്ധയോടെയുള്ള പരിപാലനത്തിൽ അവർ വളർത്തപ്പെടുമ്പോൾ, അവർ അറ്റൻഡ് ചെയ്യപ്പെടുമ്പോൾ സമൂഹം കർത്താവിലേക്ക് തിരിയും. സാക്ഷ്യത്തിൻ്റെ ഒരു അനുഭവം രൂപപ്പെടും. മൂന്നാമതും അവസാനവുമായി, attention to a child leads to a sacramental community. ഒരു കൗദാശികമായ സമൂഹത്തിൻ്റെ രൂപപ്പെടലിലേക്ക് ഒരു കുഞ്ഞിലേക്കുള്ള ശ്രദ്ധ വഴിവെക്കും. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? 13-ാമത്തെ വാക്യം നാം വായിച്ചു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു, 12 കൊട്ട നിറച്ചെടുത്തു. ലോകത്തിന് പ്രയോജനകരമായ ഒരു സേവനം ലഭ്യമാക്കുവാൻ ഈ കുഞ്ഞിൻ്റെ കയ്യിലെ അപ്പം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ, ആ കുഞ്ഞിൻ്റെ സാധ്യത ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അതിന് വഴി ഒരുങ്ങി. 12 കൊട്ട അപ്പം എന്ത് ചെയ്തു എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ അത് നിശ്ചയമായിട്ടും ആർക്കൊക്കെയോ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകും. കാരണം കർത്താവ് പറയുന്നുണ്ട്, ഒരെണ്ണം പോലും നഷ്ടമാകാതെ ശേഖരിക്കണം. അത് പ്രയോജനപ്പെടുത്തുവാനല്ലാതെ വെറുതെ കർത്താവ് ശേഖരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൃപയുടെ ചാലകശക്തി, അല്ലെങ്കിൽ ദ ചാനൽ ഓഫ് ബ്ലെസ്സിങ് എന്നാണ് കൂദാശ വിശദീകരിക്കപ്പെടുന്നത്. കൗദാശിക സമൂഹം എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപാമുഖാന്തരങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സഭ എങ്ങനെയാണ് ഒരു കൗദാശിക സമൂഹമാകുന്നത്? നമ്മുടെ ഇടയിലെ അത്രത്തോളം പ്രാധാന്യമില്ല എന്ന് കരുതുന്നതായ ബാല്യക്കാരെ, ബാലകരെ, ബാലികമാരെ ശ്രദ്ധിക്കുമ്പോൾ സഭ ഒരു കൗദാശിക സമൂഹമായി രൂപാന്തരപ്പെടും. ഏറെ നാളുകളായി നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട്, ഞാൻ കുർബാന ചൊല്ലിയിട്ട് ഇത് 10-ാമത്തെ മാസം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പോയ സ്ഥലത്ത് കുർബാന ചൊല്ലുവാനുള്ള അവസരമില്ലായിരുന്നു. ജനുവരി 1-ാം ഞായറാഴ്ച ചൊല്ലിയ കുർബാനയ്ക്ക് ശേഷം ദൈവകൃപയാൽ ഇന്നാണ് ഞാൻ കുർബാന ചൊല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇങ്ങനെയുള്ള കാലങ്ങൾ സഭയുടെ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആരാധനകൾ ഇല്ലാതെ ഇരുന്ന, അല്ലെങ്കിൽ കുർബാനകൾ അനുഷ്ഠിക്കപ്പെടുവാൻ ഇത്തരത്തിലുള്ളതായ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ ഇരുന്ന കാലങ്ങൾ. യുദ്ധങ്ങളുടെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ക്ഷാമങ്ങളുടെ സമയം ഉണ്ടായിട്ടുണ്ട്, മഹാരോഗങ്ങളുടെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആരാധനകൾ സജീവമല്ലാതെ ഇരുന്ന കാലങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ 2000 വർഷമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. സഭ നിന്നുപോയിട്ടില്ലെങ്കും, സഭ ഇല്ലാതെയായി പോയിട്ടില്ലെങ്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇടയിലെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവർ കാണുന്നുണ്ടോ നാം ഇപ്പോഴും കുർബാന അനുഷ്ഠിക്കുന്നത്, ആരാധനയിൽ പങ്കുചേരുന്നത്, വീടുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു? യേശുവിനെ അവർ കാണുവാൻ, അവരുടെ സാധ്യതകൾ മനസ്സിലാക്കുവാൻ അവർക്ക് അവസരം ഉണ്ടാകുന്നുണ്ടോ? When a child is attended to, there is a continuation of a sacramental community. ഒരു കൗദാശിക സമൂഹം അവിടെ രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അഖില ലോക സൺഡേ സ്കൂൾ ദിനവും സഭാശുദ്ധീകരണത്തിൻ്റെതായ നാളും ആചരിക്കുന്ന ഈ ദിവസത്തിൽ അനുഗ്രഹീതമായ ഒരു സഭ ഭാവിയിലും തുടരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. Attention to a child leads to a satisfied community, a speaking community and a sacramental community. തൃപ്തിയുള്ള, സംവേദനം നടത്തുന്ന, കർത്താവിനെ സാക്ഷിക്കുന്ന കൗദാശികമായ ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കപ്പെടുക തന്നെ വേണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിനായിട്ട് ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തരുന്ന കൂട്ടായ്മയുടെ ഈ നിമിഷങ്ങൾക്കായ സ്തോത്രം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചതിനാൽ സ്തോത്രം.
ഈ ലോകത്തിൽ ഞങ്ങൾ തൃപ്തരാകണമെങ്കിൽ, തൃപ്തിയോടെ ഇവിടെ നിന്ന് കടന്നു പോകണമെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വളർത്തപ്പെടേണ്ടുന്നത് അത്യാവശ്യമാകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിക്കുന്നല്ലോ. ഞങ്ങൾ എന്ത് നേടിക്കൊടുത്താലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ വളരണം എന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അവർ സന്തോഷഹേതുവായി തീരണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന് അവർ മഹത്വം കരയറ്റുന്നവരായി തീരണമെന്നുണ്ടെങ്കിൽ, നിത്യജീവന്റെ ഉറവയായ നിന്നോട് ചേർന്നിരിക്കേണ്ടുന്നത് അത്യാവശ്യമാകുന്നു എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, സഭ ഒരു സാക്ഷ്യ സമൂഹമാകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രവൃത്തികളിലൂടെ നിന്നെ സാക്ഷിക്കുന്ന ഒരു സമൂഹമായി രൂപപ്പെടുവാൻ കോണം ഇടയാക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളിലൂടെയും നിന്റെ നാമം ലോകത്തിൽ പകരപ്പെടുവാൻ, നിന്റെ സാക്ഷ്യം ലോകത്തിൽ വളരുവാൻ ഇടയാക്കുമാറാകണമേ. കർത്താവേ, ആരാധനാ സമൂഹമായി ലോകത്തിന് അനുഗ്രഹം പകർന്നു കൊടുക്കുന്ന ഒരു കൗദാശിക സമൂഹമായി ഈ സഭ നിലനിൽക്കണമെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് ഞങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിനാൽ സ്തോത്രം. സൺഡേ സ്കൂൾ അഭ്യസനത്തിൽ പ്രാധാന്യം കൊടുക്കാതെ കുഞ്ഞുങ്ങളെ സെക്യുലർ വിദ്യാഭ്യാസം മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന മാതാപിതാക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ ഓർത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിലയുള്ളത് എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള പ്രാപ്തി ഓരോരുത്തർക്കും നൽകണമേ. ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ അതിനായിട്ട് പരിശീലിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സൺഡേ സ്കൂൾ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ കഴിയാതെ ഇരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവർ കർത്താവെ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ. കർത്താവിനോടുള്ള ബന്ധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം സഭയായിട്ട് അധികം ശ്രദ്ധയോടെ ചെയ്യുവാൻ ഞങ്ങളെ ഈ വേൾഡ് സൺഡേ സ്കൂൾ ഡേയിൽ സഹായിക്കണമേ. ഈ വചന കേൾവിക്കായി സ്തോത്രം. നിന്റെ നാമം മഹത്വം എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയതോന്നി കേൾക്കണമേ. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുക്കത്തോടെ വന്നിരിക്കുന്നവർ അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ കുമ്പസാരത്തിൻ്റെ ഈ പ്രാർത്ഥന ഏറ്റുപറയാമല്ലോ. കർത്താവ് അനുതപിക്കുന്ന ഏതൊരു വ്യക്തിയോടും കരുണയോടെ വർത്തിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നവനാകും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തിന് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുതപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് അപാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ ആ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാപതിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുതപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാപൂർണനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരമായ കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് വഴി നടത്തുമാറാകട്ടെ.
ഇന്ന് സഭയായിട്ട് 3 മണിക്ക് ഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ അനുശോചന സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നു. ഓൺലൈനിൽ അതിനുള്ള പങ്കാളിത്തം വഹിപ്പാൻ നമുക്ക് അവസരമുണ്ട്. ദയവായിട്ട് നിങ്ങൾ അതിൽ ചേരുവാൻ്റെ കോണം ഇടവകയായിട്ട് ശ്രദ്ധിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ തുടർച്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. സഹോദരീ സഹോദരനും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷയിൽ ഉൾപ്പെടുവാനായി നിങ്ങളും കർത്താവേ നിൻ വാതിലിൽ മുട്ടുന്നു. സകലത്തിന്റെയും ദൈവം കർത്താവുമായുള്ളവേ, അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും തത്വത്തിൽ നിന്നോട് ഏകത്വമുള്ളവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങൾ വസിക്കുകയും നാണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കാൻ നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്ക് നിനക്ക് യോഗ്യമായിരിക്കുന്നു.
هشو وبكم الشبان لو المن സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മുടക്കത്തോടും പിടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവ് സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും ശുദ്ധരൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റീഷനുവാസന്മാരും സുൽത്താനന്മാരും മൗദ്ബന്മാരും മാറാവാസന്മാരും ഹൈലന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോപന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനും ആർത്തുപാടി ചൊല്ലുന്ന ആറാറ് ചെറുകുള്ള ശ്രാപ്പന്മാരും സ്തുതിക്കുന്നവന് നാമം സ്തുതിക്കണം. കൊയ്നാൻ ഒമറിനാൻ ആകാശവും ഭൂമിയും തന്നെ മാത്രം നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വാഴ്ത്തപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനുമാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ തൃക്കൈകളിൽ അപ്പം താനെടുത്തു സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം നിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുളി ചെയ്തു. പ്രകാരം തന്നെ വെള്ളവും വീഞ്ഞും കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് അതിന് വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവ് വീണ്ടും വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീ വിധിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവനും പ്രതിപകരം ചെയ്യുന്നതായ രണ്ടാമത്തെ നിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു.
ഇത് നിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ശുശ്രൂഷ ഞങ്ങൾക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലും ഞങ്ങളോട് ചെയ്യരുത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയും അരുതേ. എന്നാലോ നിന്റെ കരുണകളുടെ ബഹുത്വപ്രകാരം നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവരേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്നും അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, 4 ഭാഗങ്ങളിലുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് തിയഡോഷ്യസ് സബർഗൻ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിം മാർ കുർലോസ്, ജോസഫ് മാർ ബർണബാസ്, തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫീലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമ്മാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത എല്ലാവരെയും കരുണയോട് ഓർക്കണമേ. നിന്റെ വിശുദ്ധരുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ തോട്ടത്തിന് കീഴെ അവരെ നടത്തിയണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അല്പസമയം പ്രത്യേകമായ പ്രാർത്ഥനകൾക്ക് വേണ്ടി വേർതിരിക്കാം. ഈ വിശുദ്ധ ദേവാലയത്തിൽ വീണ്ടും വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാൻ ദൈവം അനുവദിച്ചതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഇവിടെ ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകളിലൂടെ ദേശത്തിന് സംരക്ഷണവും സൗഖ്യവും സംജാതമാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള കുടുംബങ്ങളെ ഓരോന്നിനെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സമാധാനത്തോടെ സൗഖ്യത്തോടെ ജീവിപ്പാൻ ഓരോ കുടുംബങ്ങൾക്കും ഭാഗ്യം നൽകണമേ. ഇവിടെ നിന്ന് വിദേശങ്ങൾ പോയിരിക്കുന്നവർ, മറ്റ് പ്രവർത്തന മേഖലകളിലായിരിക്കുന്നവർ എല്ലാവരെയും ഓർക്കാം. നമ്മുടെ ഇടയിലെ രോഗബാധയെ കർത്താവ് ശാസിച്ചമർത്തിയിരിക്കുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച എല്ലാവർക്കായും സ്തോത്രം ചെയ്യാം. തുടർന്നും സൗഖ്യത്തോടെ നിലനിൽപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. എന്നാൽ ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഭയാംഗങ്ങളല്ലാത്ത ധാരാളം ആളുകൾ രോഗബാധിതരായിരിക്കുന്നു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടിരിക്കുന്നല്ലോ. അവരുടെ സൗഖ്യവും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ്റിൻ്റെ വിവിധ സംവിധാനങ്ങൾ ഈ നാളുകളിൽ അക്ഷീണമായിട്ട് പ്രയത്നിക്കുന്നത് കൊണ്ടാകുന്നുവല്ലോ ഇത്രയെങ്കിലും നമ്മളുടെ ദേശത്ത് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയിലും അങ്ങനെയുള്ളവരെയും നയ രൂപീകരണത്തിന് സഹായിക്കുന്നവർ, ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ വിവിധ തലങ്ങളിൽ ചെറുതും വലുതുമായ ശുശ്രൂഷാസരണികളിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്ന ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്ത നാളുകളിൽ അവർ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ പ്രത്യേകമായ സാഹചര്യങ്ങളിലാണെങ്കിലും അവർ പഠിച്ചതായ പാഠങ്ങളൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാനും പരീക്ഷയിൽ അത് ഭംഗിയായി റിഫ്ലക്റ്റ് ചെയ്യുവാനും ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കാം. സമാജത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ പ്രത്യേക ദിവസമായി ഇന്ന് വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ സഭയെ അശുദ്ധമാക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. കർത്താവേ, വിശ്വാസവീരർ, ഞങ്ങൾക്ക് മുൻപേ നടന്നവർ, അവരിലൂടെ ലഭിച്ച വെളിച്ചം കളങ്കമില്ലാതെയും കലർപ്പില്ലാതെയും സൂക്ഷിപ്പാൻ, ശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹമായി നിലനിൽപ്പാൻ ഈ സഭയെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം. ജോലി സാധ്യതകൾ മങ്ങിയിരിക്കുന്ന യൗവനക്കാരെ ഓർക്കാം. വരുമാനങ്ങൾ നിലച്ചിരിക്കിയാൽ ഭാരപ്പെടുന്നവരെ പ്രത്യേകം ഓർക്കാം. ഇതര രോഗബാധിതരായ വിശ്രമത്തിലായിരിക്കുന്നവരെയും ചികിത്സകൾ തേടിക്കൊണ്ടിരിക്കുന്നവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പണച്ചെലവേറിയ ചികിത്സാവിധികൾ ചെയ്യേണ്ടി വരുന്നവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തക്കതായ ബന്ധങ്ങളെ നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടവർക്ക് അതിനുള്ള അവസരങ്ങളെ ഒരുക്കണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏകരായി പ്രവർത്തിക്കുന്ന മേഖലകളിലായിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിലെ അനാഥരായ കുഞ്ഞുങ്ങളെയും വിധവമാരായ സ്ത്രീകളെയും വിഭാര്യരായ പുരുഷന്മാരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകൾ അവരുടെ ഏകാന്തതയിൽ കർത്താവേ, നീ അവർക്ക് കൂട്ടായ്മയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വയോജനങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാധാനം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളും അപരാധികളും കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ കർത്തൃപ്രാർത്ഥനകൾ നമുക്ക് സമാഹരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. റോബന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും
ശ്രാപ്പന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളാലും പതിനായിരം പതിനായിരങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്ക് അണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നവനുമായി ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ ഇതിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. തത്വമേ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വലിയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവരും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയും ഉള്ള റൂഹായി നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതർ സഹോദരി സഹോദരൻ വാത്സല്യമുള്ളവരുമേ, നിങ്ങൾ എനിക്ക് പ്രാർത്ഥിപ്പിൻ. മക്കളോ തന്നെ ഭയപ്പെടുന്നവരോട് കരുണ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കൽപ്പനയാ മരണം അധികാരം ചെയ്തു നിന്നുയർപ്പാലതു മാഞ്ഞദിനം നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു
പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്ര അപപരിഹാരം ചെയ്തിരിക്കുന്നതാ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്തതിന് വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും തിരുസന്നിധിയിൽ നമുക്ക് പ്രസാദമായി കാകുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ ബലമതിയാവതല്ലാത്ത തിരുശരീരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ വന്ദനമുകാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായ മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ ഇവയെ കൊടുക്കുന്നവരുടെ മേൽ ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും മേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും നന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരം നമുക്ക് വേണ്ടി മനുഷ്യരോടും സ്തോത്രത്തോടും സന്തോഷത്തോടും
നമുക്കെല്ലാവർക്കും വലതുഭാഗമൊന്നേ. ക്രിസ്തു വീതി ചൊല്ലും നേരം നമുക്കെല്ലാവർക്കും വലതുഭാഗമൊന്നേ. സ്നേഹക്കുറി തൊട്ടിടേണം നാം, സ്നേഹക്കുട്ടിടേണം നാം. നിയമം മീതേശുവിൻ ജനങ്ങൾക്കേവർക്കും നിയമിച്ചേശു പരൻ. പകപേയുടെ കുറിയാ, പകപേയുടെ കുറിയാ, പരനേറെ സങ്കടം കോപവും വരും പിണങ്ങും ലോകരോട്. പരനേറെ സങ്കടം കോപവും വരും പിണങ്ങും ലോകരോട്. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും കുറ്റത്തിനോ പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗീയമായ നിന്റെ മേശയിൽ സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. താവേ, ദുരക്ഷരത്വങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യമുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവാനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായും ഇടവിടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജീവൻ നൽകും സജീവമാം തിരുനാമത്തെ ഭജനം ചെയ്യും ദേശത്തോടു നീ കോപിക്കല്ലേ. യുദ്ധവും അടിമയും ക്ഷാമവും രോഗവും നീക്കി നിന്റെ സ്വസ്ഥം അതിനെ കോട്ടകൾ പോലെ ചുറ്റിയിടേണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരമേ, പാപപരിഹാരം ചെയ്യപ്പെട്ടിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധി മഹത്തുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും
കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ